അയ്യപ്പ ദർശനം co-sponsored by വുഡ്ലാൻഡ് പ്യുർ വെജിറ്റേറിയൻ ഹോട്ടൽ തൊടുപുഴ. ഹൈറേഞ്ചിന്റെ കവാടമായ തൊടുപുഴയിൽ രുചിവൈവിധ്യങ്ങളുടെ നിറക്കലവറയായി വുഡ്ലാൻഡ്സ് വെജിറ്റേറിയൻ ഹോട്ടൽ. കൈപുണ്യത്തിന്റെ മികവ് തെളിയിച്ചുകൊണ്ട് വിവിധയിനം ദോശകൾ, നോർത്ത് ഇന്ത്യൻ, ചൈനീസ് എന്നിങ്ങനെ കലർപ്പില്ലാത്ത വെജിറ്റേറിയൻ വിഭവങ്ങൾ. ഗ്രഹാതുരത്വം തുളുമ്പുന്ന അന്തരീക്ഷത്തിൽ വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ വുഡ്ലാൻഡ്സ് വെജിറ്റേറിയൻ ഹോട്ടൽ, തൊടുപുഴ മൂവാറ്റുപുഴ റോഡ്, മടക്കത്താനം, കൊച്ചങ്ങാടി. ഇരട്ടി മധുരവുമായി വുഡ്ലാൻഡ് സ്വീറ്റ്സ് എന്ന മധുരക്കലവറയും. ഞങ്ങളുടെ മറ്റൊരു സഹോദര സ്ഥാപനം വിജയ ബ്രിക്സ്, മടക്കത്താനം, കൊച്ചങ്ങാടി. സ്വാമിയേ ശരണമയ്യപ്പ, സ്വാമിയേ ശരണമയ്യപ്പ, ഹരിഹരസുതനാനന്ദചിത്തനയ്യനയ്യപ്പ, സ്വാമിയേ ശരണമയ്യപ്പ. ധനുമാസം 30 പ്രധാനപ്പെട്ട ശബരിമലയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആ ദിവ്യദിനം മകരവിളക്ക്. മകരവിളക്കിൻ്റെ വിശദീകരണം 59ാമത്തെ എപ്പിസോഡിൽ നൽകിയിട്ടുണ്ടെങ്കിലും ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഈ എപ്പിസോഡിൽ കൂടുതൽ വിശദീകരിക്കുന്നത് ഭഗവാൻ, പരബ്രഹ്മമൂർത്തിയായ ഭഗവാൻ പന്തളത്തരകന് നൽകുന്ന തത്വോപദേശമാണ് എങ്കിലും അതിലേക്ക് കടക്കുന്നതിന് മുൻപ് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത ശബരിമല ഭക്തരായ ഏവരുടെയും മനസ്സിലേക്ക് കൊണ്ടുവരുന്ന എന്നുള്ളത് എൻ്റെ കടമയാണ്. അത് ചെയ്തിട്ട് നമുക്ക് ഉപദേശത്തിലേക്ക് പോകാം. മകരവിളക്ക് സായം സന്ധ്യയിൽ തെളിഞ്ഞ ആകാശത്ത് 6:40 ശബരിമല പൊന്നമ്പലത്തിലെ വിശ്രുതമായ ശബരീശ്വര തിരുവാഭരണങ്ങൾ ചാർത്തി ഭക്തകോടികൾക്ക് ദർശനം നൽകുമ്പോൾ കിഴക്കൻ ചക്രവാളത്തിൽ ജാജ്വല്യമാനമായി പ്രകാശിക്കുന്ന മകരനക്ഷത്രത്തെയും അതേപോലെ തന്നെ ഭക്തകോടികൾക്ക് സായുജ്യമേകുന്ന 3 പ്രാവശ്യം ജ്വലിച്ച് കെടുന്ന, കത്തുന്നതെന്നോ കത്തിക്കുന്നതെന്നോ കത്തിച്ചതെന്നോ പറയുന്ന ആ വിശ്വാസത്തിൻ്റെ പ്രതീകമായിട്ടുള്ള ദീപത്തെയും മകരദീപത്തെയും നമുക്ക് കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഇന്ന് മകരവിളക്കിനെ വരവേറ്റുകൊണ്ട് ലക്ഷക്കണക്കിന്, കോടിക്കണക്കിന് ചിരാതിലെ ദീപങ്ങളും കണ്ണു തുറപ്പിക്കണം എന്നുള്ളതുകൊണ്ട് ഓരോ ഭവനങ്ങളിലും ഏറ്റവും ചുരുങ്ങിയത് 18 18ന്റെ ഗുണിതങ്ങളോ ആയിട്ടുള്ള ദീപങ്ങൾ ജ്വലിപ്പിച്ച് ഭഗവത് അനുഗ്രഹം തേടുവാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ആത്മതത്വോപദേശത്തിൻ്റെ ബാക്കി ഭാഗത്തിലേക്ക് നമുക്ക് ഗമിക്കാം. ഭൂതനാഥോപാഖ്യാനം എന്ന വിശ്രുതമായ ഗ്രന്ഥത്തിൽ ഭഗവാൻ പരബ്രഹ്മമൂർത്തി ആത്മതത്വോപദേശം പന്തളത്ത് അധിപന് തുടർന്നും നൽകുകയാണ്. എൻ്റെ അനുഗ്രഹത്തോടെ ജീവാത്മാവിനെ കർമ്മബന്ധിതനാകുന്ന ബുദ്ധിയുടെ പ്രവർത്തനം മനസ്സിൻ്റെ നിയന്ത്രണത്തിൽ വരുന്നതോടെ ഭഗവാനാണ് പരമാത്മാവെന്നും ഏകം സത് വിപ്രാ ബഹുധാ വദന്തി എന്നും ബോധ്യപ്പെടും. സത്യമായിട്ടുള്ളതൊന്നു മാത്രമാണ്. അറിവുള്ളവർ അതിനെ പല വിധത്തിൽ നമ്മളുടെ മുമ്പിൽ സമർപ്പിക്കുന്നതാണ്. പക്ഷേ ആ ഏകം സത്, ആ സത്തായിട്ടുള്ള വസ്തു അതെന്താണോ അതാണ് പരബ്രഹ്മമൂർത്തി എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടുന്നത്. ആ പരബ്രഹ്മമൂർത്തി തന്നെയാണ്, അഥവാ പരമാത്മ ജീവൻ തന്നെയാണ് ജീവാത്മാക്കൾക്ക് ഈ രൂപഭാവഹാവാദികൾ നൽകുന്നത് എന്നത് ഓർമ്മിക്കുക. ആ മംഗളമുഹൂർത്തത്തിൽ സന്നിധാനത്തെത്തുന്ന അയ്യപ്പന്മാർക്ക് നെയ്മുദ്രാഭിഷേകത്തിൻ്റെ യഥാർത്ഥ സ്വരൂപം ജീവാത്മാവും പരമാത്മാവും ഒന്നായിത്തീരുന്ന പവിത്ര മുഹൂർത്തമാണ് നെയ്യഭിഷേകം എന്ന് ബോധ്യപ്പെടുത്തുന്നത് പോലെ ഭഗവാനും ഭക്തനും ഒന്നായിത്തീരുന്നത് ശബരിമലയിലാണ് വ്യക്തമാകുന്നത്, സ്പഷ്ടമാകുന്നത്. വിദ്യ അവിദ്യ എന്നീ 2 ശക്തിവിശേഷങ്ങളുണ്ട്. വിദ്യ എന്നാൽ
ആത്മവിമോചനത്തിന് ഉപകരിക്കുന്നതും അവിദ്യ കേവലം ഭൗതികമായതും എല്ലാം നശ്വരമായ ശരീരമാണെന്നുള്ള അബദ്ധജടിലമായ ചിന്തയുടെ പരമകാഷ്ഠയും മാത്രമാണ്. വിദ്യയും ശക്തിയും ഭക്തിയും ഒത്തുചേർന്നാൽ നിസ്സംശയം പറയാനായിട്ട് നമുക്ക് സാധിക്കണം, അത് ബോധ്യപ്പെടുത്താനും സാധിക്കണം, ജീവാത്മാവ് പരമാത്മാവിൻ്റെ യഥാർത്ഥ പ്രതിരൂപമാണെന്നും ആത്യന്തികമായി ജീവാത്മാ പരമാത്മാ ലയനമാണ് ഉറപ്പാക്കേണ്ടത് എന്നും വ്യക്തമാകുന്നു. മനോരൂപിണിയായത് വിദ്യയും ബുദ്ധിരൂപിണിയായത് അവിദ്യയുമാണ്. മനോരൂപിണിയാണ് വിദ്യ എന്നത് കുറച്ചുകൂടി വ്യക്തമായതിനു ശേഷം നമുക്ക് അവിദ്യയെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കാം. വിദ്യ സാത്വിക രൂപിണിയാണ്. ഇവിടെ മുമ്പിൽ നിൽക്കുന്നത് ബുദ്ധിരൂപിണിയായ അവിദ്യയാണ്. അതിന് പിന്നിലാണ് വിദ്യയുടെ സ്ഥാനം. മനസ്സ് ബ്രഹ്മത്തിൽ ഊന്നി ബുദ്ധിയെ നിയന്ത്രിക്കുകയും ബുദ്ധിയുടെ അഥവാ അവിദ്യയുടെ പിടിയിൽ നിന്ന് മോചനം നേടുകയും ചെയ്യുമ്പോൾ മനോമുഖരത്തിൽ വിദ്യ അഥവാ പരബ്രഹ്മം തെളിയുകയും ചെയ്യും. ദയാവായ്പോടെ കഴിയുന്നതും ഉപകാരം പ്രതിഫല ഇച്ഛയില്ലാതെ ചെയ്യുകയും ഭഗവത് കഥകൾ സദാ കേൾക്കാൻ തയ്യാറാവുകയും ജീവജാലങ്ങളിൽ കഴിയുന്നത്ര കാരുണ്യത്തോടെ സ്നേഹവായ്പോടെ മനസ്സും ബ്രഹ്മത്തിലൊട്ടുന്ന സാഹചര്യമുണ്ടാവണം. മനസ്സ് ബ്രഹ്മത്തിൽ ലയിക്കുമ്പോൾ അവിദ്യയെ പിന്തള്ളി വിദ്യ മുമ്പിൽ കടന്നു വരികയും ശാന്തിയും സമാധാനവും കൈവരുകയും ചെയ്യും. നല്ല ധൈര്യവും ഈശ്വരനിൽ വിശ്വാസശീലവും കാരുണ്യഭാവവുമൊക്കെ ഒരാളിൽ ചേർന്ന ലക്ഷണം കണ്ടാൽ മനസ്സിലാക്കണം, സാത്വിക ഭാവമാണ് ജീവാത്മാവിൽ മുന്നിട്ട് നിൽക്കുന്നതും. ഗർവം, അസൂയ, ദുരഭിമാനം, സർവരെയുംകാൾ ബഹുകേമൻ താൻ തന്നെയാണെന്നുള്ള നാട്യവും ഒരാളിൽ കാണുന്നെങ്കിൽ ഒരിക്കലും കൂട്ടുചേരാൻ പോലും ഒഴിവാക്കപ്പെടേണ്ടവൻ എന്ന് ധരിക്കണം. അജ്ഞാനവും പകലുറക്കവും വിജ്ഞാനസിദ്ധിയില്ലാത്തവനും ചാപല്യശീലനുമം സദാ പാപകർമ്മങ്ങൾ ചെയ്യാനുള്ള അഭിവാഞ്ചയും ഒരാളിൽ കാണുന്നുണ്ടെങ്കിൽ അത് തമോ ഗുണലക്ഷണം എന്നറിയണം. ഭക്തനാണെങ്കിലും അതിലുമുണ്ട് 3 തരം ഭക്തർ: ഉത്തമഭക്തിയും മധ്യമഭക്തിയും അധമഭക്തിയും. സദാ സ്വാമിയെ സ്മരിക്കുകയും ജീവികളിൽ സർവദാ കാരുണ്യവാനായും സ്വാമി ഭക്തരിൽ ഭക്തിയോടും വിശ്വാസമോടും പ്രവർത്തിക്കുകയും ഗർവ ഡംഭാദി ദോഷങ്ങൾ വർജിക്കുകയും ഭോഗങ്ങളിലുള്ള ആസക്തി ഒഴിവാക്കുകയും സത്യവ്രതം സദാ തെറ്റാതെ വർത്തിക്കുകയും വേണം. ഭോഗങ്ങളിലുള്ള ആസക്തി കുറയ്ക്കണം. ഏറെ ഭക്തിവിശ്വാസത്തോടെ ഭഗവത് നാമങ്ങൾ ജപിക്കണം. ഫലേച്ഛയോടുകൂടിയാണ് ഭക്തന്മാർ ഏറെയും എന്നെ സ്മരിക്കുന്നത്. മറ്റുള്ളവരുടെ നാശത്തിനായി ചിലർ എന്നെ ഭജിക്കുന്നു. ഇത് തമോയുത മനസ്സ് സൂക്ഷിക്കുന്നവരാണ്. ഇവരെ തമോയുത മാനസർ എന്ന് തന്നെ വിളിക്കണം. ഇപ്പോൾ വിശദമാക്കിയത് 3 തരത്തിലുള്ള ഭക്തിയാണ്. അവ സാത്വികി, രാക്ഷസി, താമസി എന്നിപ്രകാരമുള്ളവയാണ്. പന്തളത്തിരാജൻ ചോദിച്ചു, എങ്ങനെ മനസ്സിനെ ബ്രഹ്മത്തിൽ ഉറപ്പിച്ച് അന്നന്നത്തെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും? എങ്ങനെ ആ ജീവിതം മുന്നോട്ട് നീങ്ങുമ്പോൾ എപ്രകാരം വൈരാഗ്യം മനസ്സിൽ ഉദിക്കും എന്നതിനെക്കുറിച്ചും സംശയം ദേവദേവനോട് പന്തളത്തരജൻ ചോദിച്ചു. മനസ്സിനെ ബ്രഹ്മത്തിൽ നിർത്തിയാലും കർമ്മങ്ങൾ ചെയ്യുന്നതിന് യാതൊരു തടസ്സവുമില്ല. ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലം ഇച്ഛിക്കാതിരിക്കുക, ഫലേച്ഛ ലവലേശമില്ലാതെ കർമ്മം ചെയ്യുക എന്നതിലായിരിക്കണം ബുദ്ധിയെ ഉറപ്പിച്ച് നിർത്തേണ്ടത്. കർമ്മഫലം ആഗ്രഹിക്കുന്നത് ബുദ്ധിയെ ആണെന്ന കാര്യം മറക്കാതിരിക്കുക. ജനകൻ ഗൃഹസ്ഥനായിരുന്നു. എന്നാൽ ഗൃഹസ്ഥന്മാരായിരുന്നിട്ടും പരമ്പൊരുളിൽ ലയിച്ചു. ഖഡ്വങ്കൻ സൂര്യവംശ രാജാക്കന്മാരിൽ പ്രമുഖനായ രഘുവിന്റെ പിതാമഹനായിരുന്നു. അദ്ദേഹം ഖഡ്വങ്കൻ ശത്രുക്കൾക്ക് പരാജയപ്പെടുത്താൻ കഴിയാത്തത്ര ധീരനായിരുന്നു, പരാക്രമിയായിരുന്നു.
ശ്രീമദ് ഭാഗവതത്തിലെ കഥയാണിത്. മുജ്ജന്മവാസനയാകാം അസാധാരണ ഈശ്വര വിശ്വാസിയായിരുന്നു അദ്ദേഹം. പരമാത്മാവിൽ ഉറച്ച മനസ്സും മനസ്സിന് കീഴ്പ്പെട്ട ബുദ്ധി മനസ്സ് ഖഡ്വാങ്കനെ ജാനകി പിതാവായ ജനകനെയും നിയന്ത്രിച്ചിരുന്നത്. ഇന്ദ്രിയ വിഷയങ്ങളുടെ പിന്നാലെ പായാത്ത മനസ്സും ഉണ്ടായിരുന്നു. ആപത്ത് നേരിട്ടാൽ ഈ അധർമ്മത്തിലേക്ക് അദ്ദേഹത്തിന്റെ മനസ്സും ചാഞ്ഞു പോയിട്ടില്ല. ലൗകിക സുഖങ്ങളോ സ്വർഗാദി സുഖങ്ങളോ അദ്ദേഹം ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല. ഒരിക്കൽ ദേവന്മാരുടെ അപേക്ഷ സ്വീകരിച്ച് സ്വർഗത്തിൽ പോയി ആക്രമണകാരികളായ ദൈത്യന്മാരെ ഖഡ്വാങ്കൻ പരാജയപ്പെടുത്തി. അപ്പോൾ ആഗ്രഹിക്കുന്ന ഏതു വരവും നൽകാൻ ഇന്ദ്രാദി ദേവന്മാർ തയ്യാറായി. എന്റെ ജീവിതകാലം എന്ന് അവസാനിക്കുമെന്ന് പറയുക, അതിനുശേഷം പറയാം വരത്തിന്റെ കാര്യം എന്നായി ഖഡ്വാങ്കൻ. ഒരു മുഹൂർത്ത സമയം മാത്രമേ, അതായത് 2 നാഴിക കൂടി മാത്രമേ ഇനി ജീവിതത്തിൽ ശേഷിക്കുന്നുള്ളൂ എന്നവർ കൃത്യമായി അറിയിച്ചു. അതായത് ഇവിടെ നിന്നും കൊട്ടാരത്തിലെത്തി കൊട്ടാരത്തിൽ ചെല്ലാനുള്ള സമയം മാത്രമാണ് ബാക്കിയുള്ളത് എന്നർത്ഥം. ഖഡ്വാങ്കൻ വരമൊന്നും സ്വീകരിക്കാതെ ദേവന്മാർ നൽകിയ വിമാനത്തിൽ നിമിഷത്തിനുള്ളിൽ സ്വന്തം രാജധാനിയിൽ തിരിച്ചെത്തി. മറ്റെല്ലാ ചിന്തകളും വെടിഞ്ഞ് സർവാത്മഭാവത്തിൽ സർവേശ്വരനെ ശരണം പ്രാപിച്ചു. യത് ബ്രഹ്മപരം സൂക്ഷ്മം അശൂന്യം ശൂന്യകൽപ്പിതം ഭഗവാൻ വാസുദേവേദി യം ഗൃണ്ണന്തി ഹിതാത്വത. ഭാഗവതത്തിലാണ് ഇത് പറയുന്നത്. ഭഗവാൻ വാസുദേവൻ എന്ന് ഭക്തന്മാർ ആരെ വിളിക്കുന്നുവോ, സൂക്ഷ്മവും ശൂന്യവും എന്ന പോലെ കൽപ്പിക്കപ്പെടുന്നതും എന്നാൽ ശൂന്യമല്ലാത്തതുമായ ആ പരബ്രഹ്മത്തെ ഖഡ്വാങ്കൻ പ്രാപിച്ചു. ഇതിൽ ഖഡ്വാങ്കൻ എത്ര കാലം വേണമെങ്കിലും സവിധത്തിൽ മുഴുകി സ്വർഗത്തിൽ കഴിയാൻ ഇന്ദ്രാദികൾ അനുവദിക്കുമായിരുന്നു. എന്നാൽ ഖഡ്വാങ്കൻ അതിന് തയ്യാറായില്ല എന്ന് മാത്രമല്ല, കേവലം 2 നാഴിക മാത്രമാണ് തൻ്റെ ജീവിതം ശേഷിക്കുന്നതെന്നറിഞ്ഞിട്ടും ബ്രഹ്മത്തിലൂന്നിയ മനസ്സിനെ സുഖാന്വേഷിയായ ബുദ്ധിക്ക് അടിയറവ് വച്ചില്ല. അതുകൊണ്ട് തന്നെ ബ്രഹ്മലീനായി ശേഷിച്ച 2 നാഴികയും തുടർന്ന് പരമപദത്തിലും ഖഡ്വാങ്കന് എത്താനായി. വ്യാസപുത്രനായ ശ്രീശുകൻ ജന്മനാ തൻ്റെ മനസ്സ് ബുദ്ധിക്ക് അടിയറവ് വയ്ക്കാതെ സർവവും ബ്രഹ്മമയം എന്ന ബോധ്യത്തിൽ ശുകമുനി തൻ്റെ ജീവിത പ്രയാണം തുടർന്നു. അദ്ദേഹം തൻ്റെ യാത്രയിൽ ഒരു തടാകക്കരയിൽ പോകാനിടയായി. ഒരുപറ്റം യുവതികൾ അവിടെ പൂർണ്ണ നഗ്നരായി ജലക്രീഡ നടത്തുന്നു. അതിസുഭകനും ബ്രഹ്മതേജസ് കൊണ്ട് ഉദയസൂര്യനെ പോലെ പ്രശോഭിക്കുന്നവനുമായ ശുക മഹർഷി കടന്നു വരുമ്പോൾ യാതൊരു ഭാവഭേദവുമില്ലാതെ ആ സ്ത്രീകൾ തങ്ങളുടെ ജലക്രീഡ തുടർന്നു വന്നു. എന്നാൽ കുറച്ചു സമയങ്ങൾക്ക് ശേഷം വേദവ്യാസ മഹർഷി അതുവഴി വരുന്നത് കണ്ടതും ആ യുവതികൾ കരയിൽ കയറി ക്ഷിപ്രവേഗത്തിൽ വസ്ത്രം ധരിച്ചു. ഇപ്രകാരമുള്ള പ്രവൃത്തിയിൽ അത്ഭുതത്തോടുകൂടി നിങ്ങൾ ചെറുപ്പക്കാരനും അതീവ സുഭകനുമായ മഹർഷിയെ കണ്ടപ്പോൾ ലജ്ജാവിഹീനരും വൃദ്ധതാപസിയെ കണ്ടപ്പോൾ ലജ്ജിതരുമായത് എന്തിനെന്ന കാരണം അന്വേഷിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ചെറുപ്പക്കാരനായ മുനി സ്ഥിതപ്രജ്ഞനാണ്, അലൗകികമാണ്, അദ്ദേഹം സഞ്ചരിക്കുന്ന ബ്രഹ്മമാണ്. പഞ്ചഭൂതങ്ങളും അവയെ സൃഷ്ടിക്കപ്പെട്ടതൊക്കെയും അദ്ദേഹത്തിൻ്റെ സ്ഥിതപ്രജ്ഞാഭാവത്തിനോ പരമാത്മബോധത്തിനോ യാതൊരു ഇളക്കവും ഉണ്ടാക്കുകയില്ല എന്ന് ഞങ്ങൾക്കറിയാം. ബുദ്ധിയുടെ നിയന്ത്രണത്തിലുള്ള മനസ്സല്ല, മനസ്സിന്റെ നിയന്ത്രണത്തിലുള്ള ബുദ്ധിയാണ് ശ്രീശുകനിൽ വർത്തിക്കുന്നതെങ്കിൽ പിതാവായ വേദവ്യാസനിൽ ബുദ്ധി നിയന്ത്രിക്കുന്ന മനസ്സായതുകൊണ്ട് സ്ഥിതപ്രജ്ഞഭാവം കൈവരിച്ചിട്ടില്ലാത്തതിനാലും ഞങ്ങൾ അദ്ദേഹത്തെ കണ്ടപ്പോൾ വസ്ത്രം ധരിച്ചു. അവർ പറഞ്ഞു നിർത്തി. ആരാണ് സ്ഥിതപ്രജ്ഞൻ? ഭഗവാൻ കൃഷ്ണൻ ഭഗവത്ഗീതയിൽ ഈ ഭാഗം വ്യക്തമാക്കുന്നു. നമുക്കൊന്ന് നോക്കാം. 2-ാം അധ്യായം സാഖ്യയോഗത്തിലെ 54-ാമത് ശ്ലോകം തുടങ്ങി 72-ാമത് ശ്ലോകം വരെയുള്ള 18 ശ്ലോകങ്ങൾ ഗൗരവാവഹമായ ഈ ചോദ്യത്തിന് കൃത്യമായ ഉത്തരം ഏകുന്നു. ഈ 18 ശ്ലോകങ്ങളുടെ ആകത്തുകയാണ് ഭൂതനാഥോപാഖ്യാനത്തിൽ ലളിതകോമള മലയാള പദാവലിയിൽ നമുക്ക് ലഭ്യമാകുന്നത്.
കഴിഞ്ഞ 3 എപ്പിസോഡുകളിൽ വ്യക്തമാക്കിയ വിദ്യ അവിദ്യാ ഭേദം ഈ 18 ശ്ലോകങ്ങളിൽ വ്യക്തമാക്കുന്നു. അർജുനന്റെ സംശയം ഇപ്രകാരമാണ്: സ്ഥിതപ്രജ്ഞസ്യ കാ ഭാഷ സമാധിസ്തസ്യ കേശവ സ്ഥിതദീഹി കിം പ്രഭാഷേത കിമാസീത വ്രജേത കിം. അല്ലയോ ഭഗവാനെ, സമാധിസ്ഥനായ സ്ഥിതപ്രജ്ഞന്റെ ലക്ഷണം എന്താണ്? അയാൾ എങ്ങനെ സംസാരിക്കും, എങ്ങനെ സ്ഥിതി ചെയ്യും, എങ്ങനെ സഞ്ചരിക്കും? ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞു തുടങ്ങി: പ്രജഹാതി യഥാ കാമാൻ സർവാൻ പാർത്ഥമനോഗതാൻ ആത്മന്യേ ആത്മനാ തുഷ്ട സ്ഥിതപ്രജ്ഞസ്തദോച്യതേ. ഹേ അർജുന, തന്നിൽ അഥവാ ആത്മാവിൽ ഏറെ സന്തുഷ്ടനായിട്ടും എപ്പോൾ മനസ്സിലെ സർവകാമനകളെയും നിശേഷം ത്യജിക്കുന്നുവോ അപ്പോൾ അയാളെ സ്ഥിതപ്രജ്ഞൻ എന്ന് പറയുന്നു. ദുഃഖേഷനുദ്യുഗ്നമന സുഖേഷു വിഗതസ്പൃഹ വീതരാഗ ഭയക്രോധാൽ സ്ഥിതധീർമുനിരുച്യതേ. ദുഃഖങ്ങളിൽ അചഞ്ചലമായ മനസ്സോടുകൂടിയവനും സുഖങ്ങളിൽ അചഞ്ചലമായ മനസ്സ് കൂടിയുള്ളവനും സുഖങ്ങളിൽ ആഗ്രഹമില്ലാത്തവനും രാഗ ഭയക്രോധങ്ങളില്ലാത്തവനുമായ മുനി സ്ഥിതപ്രജ്ഞൻ എന്ന് പറയുന്നു. യർവത്രാനഭിസ്നേഹ തത്തൽ പ്രാപ്യ ശുഭാശുഭം നാഭിനന്ദതി നദ്വേഷ്ടി തസ്യ പ്രജ്ഞ പ്രതിഷ്ഠിത. ആരാണോ ഒരിടത്തും ഒന്നിലും ആസക്തിയില്ലാതെ ശുഭമോ അശുഭമോ എന്തു വന്നാലും അന്വേഷിക്കാതെ വെറുക്കുകയോ സന്തോഷിക്കുകയോ വെറുക്കുകയോ ചെയ്യുന്നില്ലയോ അവന്റെ ബുദ്ധി ഉറച്ചതാകുന്നു. യഥാ സംഹരതേ ചായം കൂർമോങ്കാനീവ സർവശ ഇന്ദ്രിയാണിന്ദ്രിയാർത്ഥേഭ്യ തസ്യ പ്രജ്ഞ പ്രതിഷ്ഠിത. എപ്പോൾ ഈ യോഗി എല്ലാ വിഷയങ്ങളിൽ നിന്നും അവയവങ്ങളെ എന്ന പോലെ ഇന്ദ്രിയങ്ങളെ പിൻവലിക്കുന്നുവോ അപ്പോൾ അയാളുടെ പ്രജ്ഞ സ്ഥിരമായി മാറും. വിഷയാ വിനിവർത്തന്തേ നിരാഹാരസ്യ ജീവന രസവർജം രസോപ്യസ്യ പരം ദൃഷ്ട്വാ നിവർത്തതേ. ആഹാരം അഥവാ വിഷയങ്ങൾ ഭുജിക്കാതിരിക്കുന്നവന് വിഷയങ്ങൾ വിട്ടുമാറുന്നു. എങ്കിലും അവയിലുള്ള രസം അഥവാ കാമന നശിക്കുന്നില്ല. അയാളുടെ കാമനയും പരമാത്മാവിനെ ദർശിക്കുമ്പോൾ നീങ്ങുന്നു. യതതോ ഹ്യപി കൗന്ദേയ പുരുഷസ്വവിപശ്ചിത ഇന്ദ്രിയാണിന്ദ്രിയാർത്ഥേഭ്യ ഇന്ദ്രിയാണി പ്രമാധീനി ഹരന്തി പ്രസഭം മന. ഹേ അർജുന, ഇന്ദ്രിയ സംയമനത്തിന് യത്നിക്കുന്ന ശാസ്ത്രജ്ഞാനമുള്ള മനുഷ്യന്റെ മനസ്സിനെ പോലും ക്ഷോഭകാരികളായ ഇന്ദ്രിയങ്ങൾ ബലാത്കാരമായി വലിച്ചിഴച്ചു കളയുന്നു. താനി സർവാണി സംയമ്യ യുക്ത ആസീതമൽപര വശേഹി യസ്യേന്ദ്രിയാണി തസ്യ പ്രജ്ഞ പ്രതിഷ്ഠിത. അവയെ ഇന്ദ്രിയങ്ങളെ എല്ലാം കീഴടക്കി പരമ്പൊരുളായി എന്നരികത്തു തന്നെ മനസ്സിനെ ഏകാഗ്രമായി വയ്ക്കണം. എന്തെന്നാൽ ആർക്ക് ഇന്ദ്രിയങ്ങൾ സ്വാധീനങ്ങളാണോ അയാളുടെ പ്രജ്ഞ സ്ഥിരമാണ്. ധ്യായതോ വിഷയാൻ പുംസ സംഗസ്തേഷുപജായതേ സംഘാൽ സജ്ജായതേ കാമാൽ ക്രോധോപിജായതേ ക്രോധാൽ ഭവതി സമ്മോഹാൽ സ്മൃതിഭ്രംശാൽ ബുദ്ധിനാശാൽ പ്രണശ്യതി. വിഷയങ്ങളെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവന് അവയിൽ പ്രീതി ഉണ്ടാവുന്നു. പ്രീതിയിൽ നിന്ന് കാമം ജനിക്കുന്നു. കാമത്തിൽ നിന്ന് ക്രോധം ഉത്ഭവിക്കുന്നു. ക്രോധം മൂലം ബുദ്ധിഭ്രമം ഉണ്ടാകുന്നു. ബുദ്ധിഭ്രമം മൂലം ഓർമ്മക്കേടുണ്ടാവുന്നു. ഓർമ്മക്കേട് കാരണം വിവേകശക്തി നശിക്കുന്നു. വിവേകനാശം കാരണം ജീവിതം നാശമടയുന്നു. രാഗദ്വേഷവിയുക്തൈസ്തു വിഷയാനിന്ദ്രിയൈശ്ചരൻ ആത്മവൈശ്യർവിധേയാത്മാ പ്രസാദമധിഗച്ഛതി. ആത്മനിയന്ത്രണമുള്ളവൻ രാഗദ്വേഷങ്ങളില്ലാത്തവയും സ്വന്തം അധീനത്തിൽ വർത്തിക്കുന്നതുമായ
ഇന്ദ്രിയങ്ങളെ കൊണ്ട് വിഷയങ്ങൾ അനുഭവിക്കുകയാണെങ്കിലും ശാന്തി സുഖം തേടുന്നു. പ്രസാദേ സർവ ദുഃഖാനാം ഹാനിരസ്യോപജായതേ പ്രസന്ന ചേതസോ ഹ്യാശു ബുദ്ധി പര്യവതിഷ്ഠതേ. മനഃപ്രസാദം കൈവരുമ്പോൾ അവന്റെ സർവ ദുഃഖങ്ങൾക്കും നാശം സംഭവിക്കുന്നു. എന്തെന്നാൽ പ്രസന്നചിത്തന്റെ പ്രജ്ഞ വേഗം നിശ്ചലമായി തീരുന്നു. നാസ്തി ബുദ്ധിരയുക്തസ്യ നജായുക്തസ്യ ഭാവന നജാ ഭാവയത ശാന്തി രശാന്തസ്യ കുതസുഖം. മനസ്സംയമനം അഥവാ ഏകാഗ്രത ഇല്ലാത്തവന് ആത്മസ്വരൂപത്തെ സംബന്ധിച്ച ബുദ്ധി അഥവാ അറിവ് ഉണ്ടാവില്ല. ഏകാഗ്രത ഇല്ലാത്തവന് ആത്മധ്യാനവുമില്ല. ധ്യാനാഭ്യാസം ഇല്ലാത്തവന് ശാന്തിയും ഉണ്ടാവില്ല. അശാന്തന് എവിടെ സുഖം? ഇന്ദ്രിയാണാം ഹിചരതാം യന്മനോവിധീയതേ തദസ്യ ഹരതി പ്രജ്ഞാ വായുർനാവാമിവാംഭസി. വിഷയങ്ങളിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ദ്രിയങ്ങളുടെ പിന്നാലെ പോകുന്ന മനസ്സ് വെള്ളത്തിൽ തോണിയെ കാറ്റെന്ന പോലെ ഇവന്റെ വിവേകത്തെ വലിച്ചുകൊണ്ടുപോയി കളയുന്നു. തസ്മാദ്യസ്യ മഹാഭാവോ നിഗ്രഹീതാനി സർവശാ ഇന്ദ്രിയാണി ഇന്ദ്രിയാർത്ഥേഭ്യ തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിത. ഹേ വീരനായ അർജുന, അതുകൊണ്ട് ആരുടെ ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളിൽ നിന്ന് പൂർണ്ണമായും നിയന്ത്രിതങ്ങളാണോ അയാളുടെ പ്രജ്ഞ സ്ഥിരമത്രേ. യാ നിശാ സർവഭൂതാനാം തസ്യാം ജാഗ്രതി സംയമി യസ്യാം ജാഗ്രതി ഭൂതാനി സാ നിശാ പശ്യതോ മുനേ. സർവജീവികൾക്കും യാതൊന്ന് രാത്രിയാണോ ആ രാത്രിയിൽ ജിതേന്ദ്രിയൻ ഉണർന്നിരിക്കുന്നു. യാതൊന്നിൽ ജീവികൾ ഉണർന്നിരിക്കുന്നുവോ ആ പകൽ തത്വദർശിയായ മുനിക്ക് രാത്രി അത്രേ. ആപൂര്യമാണമചലപ്രതിഷ്ഠം സമുദ്രമാപ പ്രവിശന്തി യദ്വത് തദ്വൽകാമായം പ്രവിശന്തി സർവേ സശാന്തിമാപ്നോതി ന കാമകാമേ. നിറഞ്ഞു നിലതെറ്റാതെ നിൽക്കുന്ന സമുദ്രത്തിൽ നാനാ നദികളിലെ ജലം പ്രവേശിക്കുന്നത് പോലെ സർവകാമനകളും ആരിൽ പ്രവേശിക്കുന്നുവോ അവർ ശാന്തി അനുഭവിക്കുന്നു. വിഹായ കാമാന്യ സർവാൻ പുമാംശ്ചരതി നിസ്പൃഹ നിർമ്മമോ നിരഹങ്കാര സശാന്തിമധിഗച്ഛതി. ആരാണോ സർവകാമനകളും വെടിഞ്ഞ് ആശയം മമതയും അഹങ്കാരവും വെടിഞ്ഞ് വർത്തിക്കുന്നത് അയാൾ ശാന്തി അനുഭവിക്കുന്നു. യേഷാ ബ്രാഹ്മി സ്ഥിതപാർത്ഥ നൈനം പ്രാപ്യ വിമുഹ്യതി തിത്വാസ്യാമന്ത്യകാലേപി ബ്രഹ്മനിർവാണമൃച്ഛതി. അർജുന, ഇതാണ് ബ്രഹ്മനിഷ്ഠ. ഇത് നേടിയാൽ പിന്നെ സംസാരത്തിൽ ഭ്രമിച്ചു പോവില്ല. ജീവിതാവസാന കാലത്തെങ്കിലും ഇതിൽ നിഷ്ഠ കിട്ടിയാൽ ബ്രഹ്മനിർവാണം പ്രാപിക്കുന്നു. ഇവിടെ നമ്മൾ വ്യക്തമായി മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം 54 ശ്ലോകം മുതൽ 72 ശ്ലോകം വരെയുള്ള 18 ശ്ലോകങ്ങളിലൂടെയാണ് ഇത്ര ബൃഹത്തായ ഈ തത്വാവബോധം ഭഗവാൻ കൃഷ്ണൻ അർജുനന് നൽകുന്നത്. ഇത് പൂർണ്ണമായും ലഭ്യമായതോടുകൂടി തളർച്ച മാറി താൻ ചെയ്യുന്ന കർമ്മങ്ങളൊന്നും ഫലം ഇച്ഛിക്കാതെ ചെയ്യുന്ന കർമ്മങ്ങളൊന്നും തനിക്ക് വേണ്ടിയല്ല, എല്ലാം അതാത് നിർദ്ദേശാനുസരണം ഈശ്വര നിർദ്ദേശാനുസരണം ചെയ്യുക മാത്രമേ താൻ ഉള്ളൂ എന്ന് വളരെ വ്യക്തമായിട്ടും ബോധ്യപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് അർജുനൻ എത്തിച്ചേർന്നതുപോലെ ഈ ഭാഗം ഉൾക്കൊണ്ടുകൊണ്ട് ഭഗവാൻ അയ്യപ്പസ്വാമി ശബരി മാതാവിന് നൽകിയ ആ ഉപദേശങ്ങളും അയ്യപ്പഗീതയിൽ നമ്മൾ ബോധ്യപ്പെട്ടതുപോലെ ഭൂതനാഥോപാഖ്യാനത്തിൽ അയ്യപ്പസ്വാമി പന്തളത്തരജന് വളരെ ലളിതമായി ബ്രഹ്മ
ആവിഷ്കാരം എന്ത് എന്ന് ബോധ്യപ്പെടുത്തി കൊടുത്ത ഭാഗമാണ് നമ്മൾ. കുറച്ചുകൂടി അത് മനസ്സിലാകുന്നതിന് വേണ്ടി ശ്രീകൃഷ്ണൻ നൽകിയ ഉപദേശം കൂടി ഇവിടെ വെളിച്ചത്ത് കൊണ്ടുവരാനായി ശ്രമിച്ചത്. ഏവരും ആഗ്രഹിച്ചിരുന്ന മകരവിളക്ക്, ആ മകരവിളക്കിൽ വരുന്ന സ്വാമിമാർ ഗൗരവമായി 2-3 കാര്യങ്ങൾ മനസ്സിൽ സൂക്ഷിക്കണം. ഒരു കാരണവശാലും തൻ്റെ കെട്ടിൽ, തൻ്റെ ഇരുമുടിയിൽ പവിത്രമായ വസ്തുക്കൾ അല്ലാതെ യാതൊരു വിധത്തിലുള്ള പ്ലാസ്റ്റിക് സാധനങ്ങളും തൻ്റെ കെട്ടിലില്ല എന്ന് ഉറപ്പുവരുത്തുക. തനിക്ക് ഭക്ഷണം കഴിക്കാനുള്ള പ്ലേറ്റും കുടിക്കാൻ വെള്ളമെടുക്കാനുള്ള ഗ്ലാസും 2 സ്റ്റീൽ ടംബ്ലറും അത് സ്റ്റീൽ പ്ലേറ്റും കയ്യിൽ കരുതുക. പമ്പയിലെ ജലം ഏതെങ്കിലും തരത്തിൽ മോശമാക്കുന്ന തരത്തിലുള്ള യാതൊരു പ്രവർത്തനങ്ങളും തൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുകയില്ല എന്നും, പമ്പയിൽ വസ്ത്രമൊഴുക്കുന്ന പ്രവൃത്തി ഒരിക്കലും താൻ ചെയ്യുകയില്ല എന്നും ഓരോ സ്വാമിമാരും തീരുമാനമെടുക്കണം. ഈ വസ്തുതകൾ കൂടി മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് കഴിഞ്ഞ 60 ദിവസങ്ങളോളമായി വിവിധ വിഷയങ്ങളെക്കുറിച്ച് ശ്രോതാക്കളുടെ മുമ്പിൽ സമർപ്പിച്ചിരുന്ന ശബരിമലയുമായി ബന്ധപ്പെട്ട വിഭിന്ന വസ്തുതകൾ, ചരിത്ര സത്യങ്ങൾ, ഐതിഹ്യവുമായി ബന്ധപ്പെട്ടവ എല്ലാം പരമാവധി ലളിതമായി സമർപ്പിക്കുന്നതിന് ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അറിഞ്ഞോ അറിയാതെയോ ഏതെങ്കിലും ഭ്രമം സംഭവിച്ചു പോയിട്ടുണ്ട് എങ്കിൽ അയ്യപ്പ ഭക്തരായ നിങ്ങൾ അത് പൂർണ്ണമായിട്ടും ഉൾക്കൊണ്ട് ക്ഷമിക്കുവാൻ വലിയ മനസ്സ് കാണിക്കണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്നെ ശ്രവിച്ച ഏവർക്കും കൃതജ്ഞതയുടെ പൂച്ചെണ്ടുകൾ അർപ്പിക്കുന്നതിനോടൊപ്പം അയ്യപ്പസ്വാമിയുടെ എക്കാലത്തെയും അനുഗ്രഹാശിസ്സുകൾ ഓരോരുത്തരിലും ചൊരിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് 60ാമത്തെ ഈ എപ്പിസോഡ് നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നു. സ്വാമിയേ ശരണമയ്യപ്പ, ശരണമയ്യപ്പ, ശരണമയ്യപ്പ. 5 എപ്പിസോഡുകൾ കൂടി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുമെങ്കിലും ഓർമ്മിക്കുക, ഈ 65 എപ്പിസോഡുകളിലൂടെ ശബരിമലയുടെ പൂർണ്ണമായ ഒരു നേർക്കാഴ്ച നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. ആ ലക്ഷ്യത്തിൽ വിജയിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുഴുവൻ കാരണവും നിങ്ങൾ തന്നെയാണ്. എല്ലാ ഭാവുകങ്ങളും നേരുന്നു. സ്വാമിയേ ശരണമയ്യപ്പ, ശരണമയ്യപ്പ, ശരണമയ്യപ്പ. അയ്യപ്പ ദർശനം co-sponsored by വുഡ്ലാൻഡ് പ്യുവർ വെജിറ്റേറിയൻ ഹോട്ടൽ, തൊടുപുഴ. ഹൈറേഞ്ചിന്റെ കവാടമായ തൊടുപുഴയിൽ രുചിവൈവിധ്യങ്ങളുടെ നിറക്കലവറയായി വുഡ്ലാൻഡ്സ് വെജിറ്റേറിയൻ ഹോട്ടൽ. കൈപുണ്യത്തിന്റെ മികവ് തെളിയിച്ചുകൊണ്ട് വിവിധയിനം ദോശകൾ, നോർത്ത് ഇന്ത്യൻ, ചൈനീസ് എന്നിങ്ങനെ കലർപ്പില്ലാത്ത വെജിറ്റേറിയൻ വിഭവങ്ങൾ. ഗ്രഹാതുരത്വം തുളുമ്പുന്ന അന്തരീക്ഷത്തിൽ വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ വുഡ്ലാൻഡ്സ് വെജിറ്റേറിയൻ ഹോട്ടൽ, തൊടുപുഴ മൂവാറ്റുപുഴ റോഡ്, മടക്കത്താനം, കൊച്ചങ്ങാടി. ഇരട്ടി മധുരവുമായി വുഡ്ലാൻഡ് സ്വീറ്റ്സ് എന്ന മധുരക്കലവറയും. ഞങ്ങളുടെ മറ്റൊരു സഹോദര സ്ഥാപനം വിജയ ബ്രിക്സ്, മടക്കത്താനം, കൊച്ചങ്ങാടി.